തെക്കൻ ഗസയിലെ റഫേൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇസ്രായേൽ സൈന്യം സഞ്ചരിച്ച ഹമ്മർ വാഹനത്തിനു നേരെ ബോംബെറിഞ്ഞാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അലൻബി ക്രോസിംഗിന് സമീപം 2 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട വെടിവെപ്പിനെ ഹമാസ് പ്രശംസിച്ചു. ഇസ്രായേലിന്റെ വംശഹത്യയും കുടിയേറ്റ നയങ്ങൾക്കുമെതിരെയുള്ള പ്രതികരണമാണിതെന്ന് ഹമാസ് പറഞ്ഞു. ഫലസ്തീനികളുടെ ദൃഢനിശ്ചയം ശക്തമാണെന്നും ചെറുത്തുനിൽപ്പ് തുടരുമെന്നും ഹമാസ് പ്രതിജ്ഞയെടുത്തു. തെക്കൻ നഗരമായ എയ്ലാറ്റിന് സമീപം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഹൂത്തി ഡ്രോൺ തകർന്നു വീണു. ജേക്കബ് ഹോട്ടലിന് സമീപം പൊട്ടിത്തെറിച്ച ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ രക്ഷാപ്രവർത്തകർ പരിശോധിക്കുകയാണ്. ആളപായമില്ലെങ്കിലും വ്യോമാക്രമണ സൈറണുകൾ പ്രദേശത്ത് മുഴങ്ങി. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗസ സിറ്റിയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈനിക നടപടികൾ തുടരുന്നതിന് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലും ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ലെബനൻ സർക്കാരിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതായും ഫലസ്തീൻ തടവുകാരുടെ അവസ്ഥ ഭയാനകമാണെന്നും UN റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ പങ്കും വംശഹത്യക്കുമേലുള്ള ഇടപെടലുകളും സംഘർഷത്തിന്റെ പുതിയ വശങ്ങളാണ് വെളിവാക്കുന്നത്. തെക്കൻ ലെബനാനിൽ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതോടെ പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവുകളും പുറപ്പെടുവിച്ചു. അൽ ഷഹാബിയ, ടയർ സെബിന, ബുർജ് കലാവിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഇസ്രായേൽ സൈനിക വക്താവ് അവിചയ് അദ്രൈ നിർബന്ധിത ഒഴിപ്പിക്കൽ മുന്നറിയിപ്പാണ് നൽകിയത്. ഭൂപടങ്ങളിൽ ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയ കെട്ടിടങ്ങൾ 500 മീറ്റർ അകലം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സുരക്ഷാ നടപടിയാണെന്ന് ഇസ്രായേൽ പറയുന്നതെങ്കിലും 2024 നവംബറിലെ വെടിനിർത്തൽ കരാറിനു ശേഷമുള്ള പുതിയ ആക്രമണങ്ങൾ ആണിതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം, ലെബനൻ പ്രദേശത്ത് ഇസ്രായേൽ സൈനിക സ്ഥാനങ്ങൾ നിലനിർത്തുന്നിടത്തോളം, ലെബനൻ സൈന്യം പ്രദേശത്ത് വിന്യസിക്കുന്നത് തടയുന്നിടത്തോളം അത് എങ്ങനെ നടപ്പാക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ലെബനൻ സൈന്യം ചോദിച്ചു. ഇസ്രായേൽ തങ്ങളുടെ പിന്മാറ്റം വൈകിപ്പിക്കുന്നുവെന്നും ലെബനൻ ആരോപിച്ചു. അതേസമയം 2024 സെപ്റ്റംബർ 17-18 തീയതികളിലെ പേജർ ആക്രമണങ്ങളുടെ 1ാം വാർഷികത്തിൽ ഇരകൾ തങ്ങളുടെ ദുരിത കഥകൾ പങ്കുവച്ചു. ആയിരക്കണക്കിന് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച ആക്രമണത്തിൽ 40-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിജീവിച്ചവർ ഇപ്പോഴും ശസ്ത്രക്രിയകളിലും പുനരധിവാസത്തിലുമാണ്. അമേരിക്കൻ ഡെപ്യൂട്ടി മിഡിൽ ഈസ്റ്റ് പ്രതിനിധി മോർഗൻ ഓർട്ടാഗസ് ബെയ്റൂട്ടിലെത്തി ലെബനൻ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും വെടിനിർത്തൽ കരാർ പാലിക്കാനുമുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. ലെബനൻ സൈന്യത്തിന്റെ ആയുധ നിയന്ത്രണ പദ്ധതി അംഗീകരിച്ചതിനു പിന്നാലെയാണ് ഓർട്ടാഗസിന്റെ സന്ദർശനം. ഇസ്രായേൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ലെബനൻ സർക്കാരിനുമേലുള്ള സമ്മർദ്ദമാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഹിസ്ബുള്ള നിരായുധീകരണത്തിനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര കലഹത്തിന് കാരണമാകുമെന്ന് ലെബനൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അധിനിവേശ ഫലസ്തീൻ പ്രദേശത്തെ UN മനുഷ്യാവകാശ ഓഫീസ് മേധാവി ഇസ്രായേൽ ജയിലുകളിലെ ഫലസ്തീനികളുടെ അവസ്ഥ ഏറ്റവും ഭയാനകമാണ് എന്ന് വിശേഷിപ്പിച്ചു. 10,000-ലധികം ഫലസ്തീനികൾ തടവിലാണെന്നും പീഡനവും ദുരുപയോഗവും സഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UN റിപ്പോർട്ട് പ്രകാരം 2023 ഒക്ടോബർ മുതൽ കുറഞ്ഞത് 75 ഫലസ്തീനികളാണ് ഇസ്രായേൽ തടവിലിരിക്കെ കൊല്ലപ്പെട്ടത്. പീഡനം, വൈദ്യസഹായം നിഷേധിക്കൽ, കോടതി വിധികൾ അവഗണിക്കൽ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഭരണപരമായ തടങ്കൽ രീതിയിലൂടെ കുറ്റം ചുമത്താതെയോ വിചാരണയില്ലാതെയോ തടവിലാക്കുന്നുവെന്നും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് ജയിലുകൾ പരിശോധിക്കാൻ പ്രവേശനമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുമുണ്ട്.